പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിൽ ദുരിതയാത്ര. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂരിലും ഉടൻ ബന്ധപ്പെടുക. വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ. ദുരിതം തീർത്ത് പഴയങ്ങാടി റെയിൽവേ അടിപ്പാലത്തിലെ ഗതാഗതക്കുരുക്ക്. വെള്ളക്കെട്ടിൽ വാഹനങ്ങൾ നിശ്ചലമായി. കാളവണ്ടി യുഗത്തിൽ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെയിൽവേ അടിപ്പാലം വഴിയുള്ള യാത്ര നാൾക്കുനാൾ ഏറെ ദുഷ്കരമാകുന്നു. ഒരു വാഹനത്തിന് മാത്രം കടന്നു പോവാൻ വീതിയുള്ള റോഡിൽ ഇരുഭാഗത്തു നിന്നും ഒരേ സമയം വാഹനങ്ങൾ പ്രവേശിക്കുന്നതോടെയാണ് വാഹനങ്ങൾക്ക് കടന്നു പോവാൻ കഴിയാതെ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ഓട്ടോകളിലും ഇരുചക്ര വാഹനങ്ങളിലും വെള്ളം കയറി നിന്നു പോകുന്ന അവസ്ഥയുമുണ്ട്. ഇടുങ്ങിയ പാലത്തിന് കീഴിലെ റോഡ് അനുബന്ധ റോഡിൽ നിന്നും ഏറെ താഴ്ന്നു നിൽക്കുന്നത് കാരണം കനത്ത മഴയിലെ വെള്ളം ഒഴുകിപ്പോവാൻ കഴിയാത്തതാണ് റോഡ് വെള്ളം നിറഞ്ഞ് കുളമായി മാറുന്നത്. വർഷകാലം ആകുമ്പോഴേക്കുള്ള സ്ഥിരം കാഴ്ചയാണിത്. ഇരുചക്ര വാഹനങ്ങളടക്കമുള്ള ചെറുവാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോവാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെയിൽവേ പണി കഴിപ്പിച്ച പാലത്തിന്റെ റോഡ് നന്നേ വീതി കുറഞ്ഞതാണ്. കാലക്രമേണ അനുബന്ധ റോഡുകളുടെ ഉയരം വർദ്ധിക്കുകയും പാലത്തിനടിയിലെ റോഡ് താഴ്ന്നു പോവുകയുമായിരുന്നു. ഇതുമൂലം കാൽനട പോലും അസാധ്യമാണിവിടെ. നീന്തിയിട്ടാണ് അതിലൂടെ പാസ് ചെയ്യുന്നത്. വലിയ പ്രദേശത്തിൻ്റെ മാട്ടൂൽ മാടായി പ്രദേശത്തിലെ ജനങ്ങൾ വെള്ളക്കെട്ട് അരയോളം വരുന്ന വെള്ളക്കെട്ടിലൂടെ നീന്തിയിട്ടാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വാഹനങ്ങൾ പലതും അവിടെ ഓഫായി പോകുന്നു. കഴിഞ്ഞ വർഷം കിഫ്ബിയുടെ 6 കോടി രൂപ പാസ്സായി എന്ന് MLA അവിടെ ബോർഡ് വെച്ചിരുന്നു. MLAയുടെ നേതൃത്വത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ഫണ്ടിൻ്റെ പണി അവിടെ നടക്കുകയോ ഒന്നും ഉണ്ടായില്ല. മറ്റൊന്ന് ഗ്രാമപഞ്ചായത്തും MP-യുമാണ്. അവരുടെ പക്ഷത്തു നിന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും ബ്രിട്ടീഷ് കാലത്തിൻ്റെ ഈ അവശിഷ്ടത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ് തുടരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാൽനട യാത്രക്കാർ പാലത്തിന് മുകളിലൂടെ റെയിൽ മുറിച്ച് കടന്നാണ് യാത്ര ചെയ്യുന്നത്. ഇത് ഏറെ അപകടം നിറഞ്ഞതാണ്. പഴയങ്ങാടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ, പുതിയങ്ങാടി, മാട്ടൂൽ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡിലാണ് ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന ഈ അടിപ്പാലം. ഇവിടെ ഒരുപാട് കാലങ്ങളായി മഴ പെയ്യുന്ന സമയത്ത് ഈ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വർഷക്കാലം നമ്മൾ ഇത് ഓട്ടോ ഓടിയിട്ട് വേണം എന്തെങ്കിലും രാത്രിയാകുമ്പോഴേക്ക് എന്തെങ്കിലും ചിലവിനുള്ള പൈസ നമ്മൾ ഒപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഈ പ്രശ്നം ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓടിയിട്ട് ഒപ്പിക്കണമെങ്കിൽ ഈ ബ്ലോക്ക് കൊണ്ട് നമുക്കൊരു ട്രിപ്പ് വരെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. BB റോഡിലേക്ക് പോകേണ്ട ഒരു 30 രൂപേൻ്റെ ഓട്ടത്തിന് വേണ്ടി നമ്മൾ മണിക്കൂറുകളാണ് നമ്മൾ ചിലവഴിക്കുന്നത്. ഒരു 6 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിന് മറ്റും പാസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട സമയത്ത് ഞങ്ങൾ ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം അത് പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ ബ്ലോക്കില്ലാണ്ട് പണിയെടുക്കാൻ പറ്റുമെന്നുള്ള അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ എന്തില്ല, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ല. 6 കോടി എവിടെ പോയിന്നോ അത് എന്ത് ചെയ്തെന്നൊന്നും അറിയാൻ പറ്റിയില്ല. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ അവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് തുടരേണ്ടത്. നിത്യേന വണ്ടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടിക്കൊണ്ടിരുന്നതിനാൽ ഇനിയും ബ്ലോക്ക് കൂടുന്നതിലാണ് ബ്ലോക്ക് കുറയുകയും ചെയ്താലോ. ഇത് സമാനമായ റോഡോ കാര്യം ഒന്നുമില്ല. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് നമ്മൾ പുതിയങ്ങാടി, മാട്ടൂൽ എല്ലാ ഭാഗത്തേക്കും പോകേണ്ടത്. ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി മണ്ഡലം MLAയും റെയിൽവേയുടെ ഉന്നത സംഘവും പരിശോധന നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പുതിയ അടിപ്പാത നിർമ്മിക്കുന്നതിന് 6 കോടി വകയിരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റു നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പുതിയ അടിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചത് താനാണെന്ന് MP-യായ രാജ്മോഹൻ ഉണ്ണിത്താനും അല്ല താനാണെന്ന് M. വിജിൻ MLAയും അവകാശപ്പെട്ടിരുന്നു. അവകാശവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ജനം അടിപ്പാതയിലെ വെള്ളക്കെട്ടിലും യാത്രാ ദുരിതത്തിലും നിൽക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂരിലും. കേട്ടോ സന്തോഷ വാർത്ത. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദിർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന 4 വർഷത്തെ ബിരുദ കോഴ്സ് വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഈ വർഷം ആരംഭിക്കും. പ്രവേശനത്തിനായി ഇപ്പോൾ ഡൊണേഷൻ നൽകാതെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ ഏതാനും സീറ്റുകളുടെ ഒഴിവുണ്ട്. ഉടൻ ബന്ധപ്പെടുക. വിദ്യാമന്ദിർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂർ.